Hello friends. We have 8th tense. Simple present, present continuous, present perfect continuous, simple past, past continuous, past perfect continuous, progressive, continuous is progressive. Now what we find here is that another very interesting tense, everything in the past. ഭൂതകാലത്തിൽ മാത്രമേ ഈ ടെൻസ് സഞ്ചരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് ഫോം നോക്കണം, പാസ്റ്റ് ഫോം ഓഫ് ഹാവ്, അതായത് ഹാഡ് പ്ലസ് ബീൻ. ബീൻ എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി. ഓർക്കുന്നുണ്ടോ? ബീങ് ആണെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് present participle of the main verb. അങ്ങനെ വരുമ്പോൾ had been reading. All the continuous tenses end in present participle. I am ready. He was ready. Then I had been ready. No. ing. Continuous tense എല്ലാം അവസാനിക്കുന്നത് present participle ആണ്. I am ready, I was ready, I had been ready. Had been ready, had been going. Example, distribution. Very matter. All subjects are very. I had been reading, you had been reading, he had been reading, she had been reading, it had been reading, we had been reading, you had been reading, they had been reading. Boys had been reading, girls had been reading. Like that. So it's simple. And the short form of that, that be. But perfect in the word, they apostrophe D madam, that be. Example in the example had been reading. Same for all subjects. Other here it is. They had been reading. They apostrophe D. Negative. ഒരു വെർബിന് ഒന്നിലധികം ഭാഗങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം കഴിയുമ്പോൾ നോട്ട് ചേർക്കുക. ഇവിടെ 3 ഭാഗങ്ങളാണ്. ഹാഡ് ബീൻ റീഡിങ്. അപ്പം ഹാഡ് നോട്ട് ബീൻ റീഡിങ്. നെഗറ്റീവ് ഷോർട്ടൺ ഫോം ഓഫ് ഹാഡ് ഇൻ ബീൻ റീഡിങ്. ഇത് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ് പല ടെൻസ് വഴി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സെയിം. ഒന്നിലധികം ഭാഗങ്ങളുള്ള ടെൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്തെ സബ്ജക്റ്റ് മുമ്പിടുക. ഹി ഹാഡ് ബീൻ റീഡിങ്, ഹാഡ് ഹി ബീൻ റീഡിങ്. അത്രേ ഉള്ളൂ. ഡബ്ല്യു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹി ഹാഡ് ബീൻ റീഡിങ് ബുക്സ്. ഇപ്പോൾ ബുക്സിന് വാട്ട് കേട്ട് ഹി ഹാഡ് ബീൻ റീഡിങ് അല്ല, ഹാഡ് ഹി ബീൻ റീഡിങ് ആവും. വാട്ട് ഹാഡ് ഹി ബീൻ റീഡിങ്. എല്ലാ ടെൻസിലും നമ്മൾ ഇതേ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എല്ലാം ഫർദർ ഒത്തിരി എക്സാമ്പിൾ തന്ന് നിങ്ങളെ വിഷമിപ്പിക്കാം. അതിന് യൂസ് ഇതിനകത്ത് വളരെ രസകരമായ ഇതുണ്ട്. വേർ ഹാഡ് ഹി ബീൻ ലിവിങ് എന്ന് പറഞ്ഞാൽ ഹി ഹാഡ് ബീൻ ലിവിങ് സംവെയർ. ഇപ്പം സംവെയർ എന്നുള്ളതിന് വേറെ ഇട്ടിട്ട് ആദ്യം കൊണ്ടുവരും. വേർ ഹാഡ് ഹി ബീൻ ലിവിങ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ യെസ് ഓർ നോ, പിന്നീടാണ് ഡബ്ല്യു ക്വസ്റ്റ്യൻ ആകും. ഓക്കെ. Uses to express action began in the past, continued in the past, ended at the definite point in the past. In the past. In the past. 3 സംഭവമാണ് നടക്കുന്നത്. ഈ ടെൻസ് ഒരു ആക്ഷൻ തുടങ്ങുന്നു, അത് തുടരുന്നു, ഒരു പ്രത്യേക സമയത്ത്, ഭൂതകാലത്തിലുള്ളൊരു പ്രത്യേക സമയത്ത് അത് നിൽക്കുന്നു. ഉദാഹരണം, ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ഫോർ 10 years. ഇപ്പം ടീച്ചിങ് സ്റ്റാർട്ടഡ്, കണ്ടിന്യൂഡ് ഫോർ 10 years. വെൻ ഷീ ഡെവലപ്ഡ് ടീച്ചേഴ്സ് ത്രോട്ട്സ്. അങ്ങനൊരു സംഭവമുണ്ട്, ടീച്ചേഴ്സ് ത്രോട്ട് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ശബ്ദം വരും. പഠിപ്പിൽ തുടങ്ങുമ്പോൾ നല്ല ക്ലിയർ സ്വരമായിരിക്കും, നല്ല പാട്ട് പാടുന്ന സ്വരമായിരിക്കും.
ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇതൊന്നുമില്ല നമ്മുടെ മഞ്ഞെല്ലാം അങ്ങനെയോ. പിന്നെ അതിന് ടീച്ചേഴ്സ് ത്രോട്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചോക്ക് പൊടി അലർജി ഉള്ളവർക്ക് ഇതുണ്ടാവും ടീച്ചേഴ്സ്. അതാണ് 10 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. എന്നാൽ 10 വർഷത്തിന് മുമ്പ് തുടങ്ങി സ്റ്റാർട്ടഡ്, 10 വർഷം തുടർന്നു, കണ്ടിന്യൂ, ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി, ഒരു പ്രത്യേക സമയമായപ്പോൾ ടീച്ചേഴ്സ് ത്രോ ഡെവലപ്പ് ചെയ്തു. ഇനി ടീച്ചേഴ്സ് ത്രോ ഡെവലപ്പ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ കുറേ റെസ്റ്റ് എടുക്കുക, വേറെ മാർഗമില്ല. പിന്നെ അലർജിയുള്ള സംഭവമാണ്, അത് മാറ്റി നിർത്തും. ചോക്ക് പൊടിക്ക് അലർജി ആണെങ്കിൽ മാറ്റി. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വോക്കൽ കോഡ്സ് തൊട്ട് എന്തെങ്കിലും ചെയ്താൽ അത് വഷളാകത്തുള്ളതെന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് വോക്കൽ കോഡ്സിന് റെസ്റ്റ് കൊടുക്കുക, മഫ്ലറൊക്കെ ചുറ്റി ചെറിയ ചൂടിൽ അത് കീപ്പ് ചെയ്യുക. നമ്മളത് എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ അതിന് മോശമാകുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് അനുഭവമൊന്നുമില്ല. ഓക്കെ, അതല്ലല്ലോ ഇപ്പം നമ്മുടെ സബ്ജക്റ്റ്, ബൈ ചാൻസ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഒരു ആക്ഷൻ തുടങ്ങുന്നു, തുടരുന്നു, ഒരു പ്രത്യേക സമയത്ത് നിൽക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്ന ഭൂതകാലത്തിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. നോക്കാം, എക്സാമ്പിൾസ് ആണ്. Soman had been studying in the college for 10 years before he got a scholarship. പഠിത്തം തുടങ്ങി 10 കൊല്ലം തുടർന്നു. ആ 10 കൊല്ലം തുടർന്നപ്പോഴാണ് തുടർന്ന് ഒരു പോയിന്റ് എത്തി, എന്നാലാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്നതിന് മുമ്പ് സോമൻ ആ കോളേജിൽ 10 കൊല്ലം പഠിച്ചുകൊണ്ടേയിരുന്നു. അതതിൻ്റെ അർത്ഥം. സ്റ്റാർട്ട്, കണ്ടിന്യൂ, ദെൻ എൻഡ്. 3 പോയിന്റാണ്. അടുത്ത നോക്കി, ഐ ഹാഡ് ബീൻ ടീച്ചിങ് ഫോർ 6 years ബിഫോർ ഐ ഫെൽ ഇൽ. ഞാൻ അസുഖം വന്ന് എൻ്റെ പഠിത്തം നിർത്തി, എൻഡ്. അതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ടീച്ചിങ്, കണ്ടിന്യൂ ടീച്ചിങ് ഫോർ 6 years. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച് തുടങ്ങി 6 വർഷം കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താ? എനിക്ക് അസുഖം വന്നു. അതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് പോയിന്റ്, കണ്ടിന്യൂയിങ് തുടക്കം, തുടർച്ച, അവസാനം. ഇത് 3 സംഭവം ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അടുത്തത്, എല്ലാം പാസ്റ്റ് ആണ്, ഭൂതകാലം. മൂന്നാമത്തെ, the program that was cancelled had been going well before it was cancelled. The program that was cancelled, ഒരു പ്രോഗ്രാം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ അന്നാലും എന്ത് പറ്റി? അത് നിർത്തിക്കളഞ്ഞു. അപ്പം തുടരുന്ന കാലത്തോളം അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വന്നത്, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, തുടർന്നു, അവസാനിച്ചു. ഇതെല്ലാം സംഭവിക്കുന്ന ഭൂതകാലത്തിലാണ്. അത് ഓർത്താണ്. അടുത്തത്, റോമിയോ ഹാഡ് ബീൻ ത്രോയിങ് സ്റ്റോൺസ് അറ്റ് ജൂലിയറ്റ്സ് വിൻഡോ when her father caught him. ജൂലിയറ്റിനെ വിളിക്കാനായിട്ട് റോമിയോ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുക. അത് ജനലുണ്ട്, പുള്ളി തുടർന്നുകൊണ്ടിരിക്കുക, സ്റ്റാർട്ട് ചെയ്ത് തുടർന്നു. അപ്പോഴത്തേക്കും ജൂലിയറ്റിൻ്റെ അപ്പൻ വന്ന് അതിൻ്റെ കൊങ്ങായി പിടിച്ചു. അതങ്ങനെ അത് അവസാനിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ അല്ലേ. റോമിയോ ജൂലിയറ്റിൻ്റെ ബാൽക്കണിയോടൊപ്പം നിൽക്കുന്നു, വിൻഡോ അടച്ച് കിടക്കുക, ജനലിൽ. റോമിയോ ജൂലിയറ്റിൻ്റെ കഥയാണ്. ഇപ്പം വിളിക്കണം, ഒച്ചയൊക്കെ വലിയ ഒച്ചത്തിൽ വിളിക്കാൻ ജൂലിയറ്റിന് വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കല്ല് വെക്കി പയ്യെ ഇരിഞ്ഞു കൊടുത്തു, ടക്ക് ടക്ക്. ഇപ്പോഴിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അന്നേരം ജൂലിയറ്റിൻ്റെ ഫാദർ പുറകെ നിന്ന് അതിൻ്റെ പെടലി പിടിച്ചു. അപ്പോൾ അത് തീർന്നു. ഇപ്പം കല്ലേറ് തുടങ്ങി, തുടർന്നു, അവസാനിച്ചു. ഇപ്പം മനസ്സിലായില്ലേ? സ്റ്റാർട്ടഡ്, കണ്ടിന്യൂ, സ്റ്റോപ്പ്, അല്ലെ എൻഡ്. അടുത്തത്, ഐ ഹാഡ് ബീൻ വാക്കിംഗ് 6 miles a day before I met with an accident.
അപ്പോൾ എല്ലാ ദിവസവും 6 മണിക്കൂർ ഞാൻ 6 മൈൽസ് അല്ലേ, 6 മൈൽസ് അല്ലേ, 6 മൈൽസ്, അതെ 6 മൈൽ ഞാൻ നടന്നുകൊണ്ടിരുന്നു. നടപ്പ് തുടങ്ങി തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എവറി ഡേ. പക്ഷെ ഒരു ദിവസം നിന്നു. കാരണം എന്താ, ഒരു ആക്സിഡൻറ്റ് വന്നു. ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോയപ്പം ഒരു കാർ വന്നിടിച്ചു, നിലത്ത് വീണു. അതിന് നടക്കാൻ പറ്റിയത്. അപ്പോൾ സ്റ്റാർട്ടഡ്, കണ്ടിന്യൂ, എൻഡഡ്, എല്ലാം ഭൂതകാലം, എവറിത്തിങ് ഇൻ ദ പാസ്റ്റ്. അടുത്തത്, we had been living there since 2019 when the government took over the place for a dam. ഞങ്ങളവിടെ ഈ 2019 മുതൽ ജീവിക്കുകയായിരുന്നു, സിൻസ് 2019. അപ്പം ലിവിങ് സ്റ്റാർട്ട് ചെയ്തു, ലിവിങ് തുടർന്നു, ഇപ്പം എൻഡഡ് എന്താ എങ്ങനെ എന്തുകൊണ്ട് അവസാനിച്ചത്? ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്തു ഒരു ഡാം പണിയാൻ. ഇപ്പം സ്റ്റാർട്ടിങ്, തുടങ്ങുന്നു, തുടരുന്നു, അവസാനിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റഡാണ്. അത് പാസ്റ്റിലാണ് സംഭവം, ദാറ്റ് ഈസ് ഭൂതകാലം. അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരു ഭാഗം പൂരിപ്പിച്ച് തരും, മറുഭാഗം എഴുതാൻ പറയും, മറ്റേ ഭാഗം എഴുതാൻ പറയും. ഇതാണ് നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് നോക്കാം. ഇപ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലപോലെ മനസ്സിലാവും. ഇപ്പോൾ 8 ടെൻസ് കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കുന്ന ഫ്യൂച്ചർ ടെൻസിലേക്കാണ്. ഭാവി. ഇപ്പം 4 പ്രസൻറ്റ് ടെൻസ് കഴിഞ്ഞു, 4 പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് 4 ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. അതുകൂടെ കഴിയുമ്പോൾ ടെൻസ് റിവിഷൻ കഴിയും. അത് കഴിഞ്ഞാൽ പാസീവ് വോയിസിൻ്റെ റിവിഷനുണ്ട്. അത് കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റിവിഷനുണ്ട്. അത്രയും ഭാഗങ്ങളാണ് ഈ അവർ ഓഫ് ട്രൂത്തിനകത്ത് അതിൻ്റെ വർക്ക്ഷീറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അഭ്യാസം അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് തന്നിരിക്കുന്നത്. അതാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 10-40 ലെക്ചറുകളും വരും, പേടിക്കണ്ട. അതിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 10 ക്ലാസ്സുകൾ. ബാക്കിയെല്ലാം ഇങ്ങനെ ഗ്രാമർ റിവിഷനാണ്, ടെൻസ് റിവിഷൻ, പാസീവ് റിവിഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച് റിവിഷൻ. അത് ആവശ്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ. ഇനി കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ 2 സെക്ഷൻസ് ഉണ്ട് യൂട്യൂബിൽ. ഒന്നിൻ്റെ പേരാണ് ഗ്രാമർ സ്കൂൾ, രണ്ടാമത്തെ പേരാണ് ഗ്രാമർ ട്യൂട്ടോറിയൽസ്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം യൂട്യൂബിൽ. എൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മതി. എൻ്റെ പേര് ഇതാണ്, നിങ്ങളുടെ തോമസ് മാത്യൂസ് ഗ്രാമർ ക്ലാസ്സസ് ഓൺ യൂട്യൂബ്. അങ്ങനെ അടിച്ചാൽ ഈ ഏതാണ്ട് 450 ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും കുറേ കൂടി എടുക്കണം. പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ളത്, ആവശ്യത്തിന് സ്കൂൾ ലെവൽ, കുറച്ചുകൂടി ഹയർ ലെവലിലൊക്കെ എടുക്കും. അത് പിന്നീട് ഞാൻ അറിയിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ്, യു ക്യാൻ ആക്സസ്. ഒരു പൈസ പോലും കൊടുക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് നോക്കാം, നോക്കി പഠിക്കാം. നല്ല കാര്യമാണ്. കാരണം ഭാവിയിൽ ടെസ്റ്റൊക്കെ എഴുതുന്നതിന് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമറായിട്ട് തന്നെ പഠിക്കണം. വേറെ ഷോർട്ട് കട്ടുകളൊന്നും പഠിച്ചാൽ നടക്കിയാലെന്നാണ് എൻ്റെ വിചാരം. ഓക്കെ, ചിലപ്പോൾ ഞാൻ ശരിയായിരിക്കും, തെറ്റായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളിത് ചെയ്യുക, നിങ്ങൾ ആക്സസ് ചെയ്ത് കാണുക. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.